തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു പക്ഷവാതം പിടിച്ച ഒരു രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട്. റൂഫ് പൊളിച്ചിറക്കി. ആ റൂഫ് നമ്മളുടെ റൂഫ് മണ്ടയിലുള്ള, നമ്മുടെ തലമണ്ടയിലുള്ള എന്തോ ഒരു സംഭവം നമ്മളെ ദൈവത്തിലോട്ട് അടുപ്പിക്കാതിരിക്കുന്നുണ്ട്. ഒരു തടസ്സമുണ്ട്. അത് പൊളിയണം. അത് കൊണ്ടുവന്ന വിശ്വാസികൾക്കുണ്ടാകും. അപ്പോൾ അവനോട് ചോദിക്കുന്നത്, യേശു ചോദിക്കുന്നത്, നിൻ്റെ രോഗം സൗഖ്യമാക്കണോ, നിൻ്റെ പാപം മോചിക്കണോ? അവൻ്റെ പാപം മോചിച്ച് അവനെ എഴുന്നേൽപ്പിച്ച് വിടുക. ആ പക്ഷപാതക്കാരൻ്റെ ആ രോഗത്തിൻ്റെ ലക്ഷണം പാപമാണ്. അതുകൊണ്ട് നമ്മളിലുള്ള പാപമാണ് മൊത്തത്തിൽ മനുഷ്യൻ്റെ ഡിപ്രഷൻ. എല്ലാമുണ്ട്. ഭവനമുണ്ട്, ജോലിയുണ്ട്, ഭക്ഷണമുണ്ട്, കാറുണ്ട്, എല്ലാ സൗകര്യങ്ങളും സുഖസൗകര്യങ്ങളും പ്രത്യേകതകളും എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ സമാധാനമില്ല, സന്തോഷമില്ല, ചിരിയില്ല, ആരോടും ഒരു സന്തോഷമില്ല. ആർക്കും ഒരു ഫോൺ കോൾ പോലും എടുക്കാൻ വയ്യ, ഒന്ന് ഫോൺ വിളിക്കാൻ പോലും വയ്യ, ഫോൺ വിളിച്ചാൽ പോലും എടുക്കാൻ വയ്യ. ആകെ ദേഷ്യം. എന്താണ് ഇത്? നിൻ്റെ റൂഫ് പൊളിച്ച് നീ കർത്താവിനെ കാണണം. റൂഫ് പൊളിച്ച് കർത്താവിനെ കാണണം. ആ റൂഫ് പൊളിക്കുമ്പോൾ, ആ കർത്താവിനെ കാണുമ്പോൾ നിൻ്റെ തലമണ്ടയിൽ എന്തോ ഉള്ള ആ ഉന്നത ഭാവുന്നകളൊക്കെ കളഞ്ഞ് നീ യേശുവിനെ കാണാൻ സാധിച്ചാൽ യേശു നിന്നെ എഴുന്നേൽപ്പിക്കും. യേശു നിന്നെ എഴുന്നേൽപ്പിക്കും. നീ അങ്ങനെ ക്ഷീണിതനായി കിടക്കേണ്ട ആളല്ല. നീ ഡിപ്രഷനായിട്ട് കിടക്കേണ്ട ആളല്ല. നീ മാനസിക സംഘർഷത്തിലിരിക്കേണ്ട ആളല്ല. യേശുവിൻ്റെ ശക്തി നിൻ്റെ മേലെ വരും. യേശുവിൻ്റെ കൃപ നിൻ്റെ മേലെ വ്യാപരിക്കും. യേശുവിൻ്റെ കൃപയിൽ നീ നടക്കും. ധൈര്യത്തോടെ ചാടി എണീറ്റ് നടക്കാനായിട്ട് സാധിക്കുന്നത് പാപമോചനം നൽകുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കണ്ടകട്ടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അങ്ങയുടെ സാന്നിധ്യം വ്യാപരിച്ച് സ്വർഗത്തിൽ നിന്ന് ഈ വചനം കണ്ടകട്ടെ എല്ലാവരെയും അങ്ങ് ദർശിച്ച് പാപമോചനത്തിന് ശക്തി അയക്കണമെന്ന് പ്രാർത്ഥിക്കണം. നിൻ്റെ കുംഭസാരത്താൽ അവർ പാപമോചനം നിന്നോട് അപേക്ഷിക്കുമ്പോൾ നീ അവരുടെ പാപം ക്ഷമിക്കുവാൻ ശക്തിയുള്ളവ. യേശു പാപം ക്ഷമിച്ച് ശക്തിയോടെ പാപം ക്ഷമിച്ചവരെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡ്രിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, വിവിധ തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഏർപ്പെട്ട രോഗത്താൽ ജോലികൾ ചെയ്യുന്നവർ, എല്ലാവരുടെ മേലുമുള്ള കർത്താവെ തടസ്സപ്പെടുത്തി നിൽക്കുന്നതായിട്ടുള്ള, കർത്താവിനെ കാണുന്നതിന് തടസ്സമായിട്ടുള്ളതിനെ പൊളിച്ച് കളയുവാൻ, കർത്താവിനെ കാണുന്നതിന് തടസ്സമായി നിൽക്കുന്ന സകല റൂഫുകളെയും പൊളിച്ച് കളഞ്ഞ് യേശുവിനെ കണ്ട്, യേശുവിൻ്റെ മുഖത്തോടു കൂടി കണ്ട്, യേശുവിനാൽ പാപമോചനം ലഭിച്ചു മുന്നോട്ട് പോകാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകിക്കാട്ടെ. യേശുവെ നന്ദി, യേശു സ്തോത്രം, യേശു ആരാധന, യേശു മോത്ത്, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.